ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏപ്രിൽ 19 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫേഴ്സ് വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഓപ്പറേഷൻ മേഘദൂതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ഈ വർഷം ആചരിച്ചത്? ഉത്തരം 40ാമത്തെ. അടുത്ത ചോദ്യം, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ എത്ര? ഉത്തരം 144.17 കോടി. അടുത്ത ചോദ്യം, 2024 കാൻഡിഡേറ്റ്സ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഉത്തരം ഡി ഗുകേഷ്. അടുത്ത ചോദ്യം, ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി ആര്? ഉത്തരം പ്രഗ്യ മിശ്ര. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ സെക്രട്ടറിയായി നിയമിതനായത് ആര്? ഉത്തരം സൗരഭ് ഗാർഗ്. അടുത്ത ചോദ്യം, 2024 വേൾഡ് പ്രസ് ഫോട്ടോസ് അവാർഡ്സിൽ മികച്ച ഫോട്ടോയായി തിരഞ്ഞെടുത്തത് ആര് പകർത്തിയ ചിത്രം ആണ്? ഉത്തരം മുഹമ്മദ് സലീം. അടുത്ത ചോദ്യം, 2024 ഒളിമ്പിക്സിൻ്റെ ദീപശിഖ തെളിയിച്ചത് ആര്? ഉത്തരം മേരി മീന. T20 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആര്? ഉത്തരം രോഹിത് ശർമ്മ. റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഇന്തോനേഷ്യ. വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോക ആരോഗ്യ സംഘടന നൽകിയ പേര് എന്ത്? ഉത്തരം ഇൻഫേഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ്. ബ്രസീലിയൻ മഴക്കാടുകളിൽ നിന്നും കണ്ടെത്തിയ അൾട്രാസോണിക് ഡിസ്ട്രസ് ശബ്ദം പുറപ്പെടുവിക്കുന്ന തവള ഇനം ഏത്? ഉത്തരം ലീഫ് ലിറ്റർ ഫ്രോഗ്. ലോക കരൾ ദിനം എന്ന്? ഉത്തരം ഏപ്രിൽ 19. ലോക വായനാ ദിനം ഏപ്രിൽ 23. കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റുകൾ സൗജന്യമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ഏത്? ഉത്തരം PM കുസും യോജന. 2024 ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ഇൻ്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളി? ഉത്തരം കെസിയ മെജോ. 2024 ഏഷ്യൻ ടെലികോം അവാർഡ്സിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി ഏത്? ഉത്തരം കെ ഫോൺ. ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡിന് അർഹനായത് ആര്? ഉത്തരം അമിതാഭ് ബച്ചൻ. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ഏത്? ഉത്തരം ആദർശശീല. ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം? ഉത്തരം ഇക്വഡോർ. ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യം ഏത്? ഉത്തരം കുവൈറ്റ്. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം ഏത്? ഉത്തരം സ്ട്രാസ്ബർഗ്. 2024 ഷാംപെൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോകസഭാ മണ്ഡലം ഏത്? ഉത്തരം ആൻഡമാൻ നിക്കോബാർ. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം സുബിൻ അംബിത്തറയിൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഏപ്രിൽ 19 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സാണ്. എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. കൂടുതൽ ഇത്തരം വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്